ഗൈസ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെപ്പറ്റി മാത്രമാണ് ആക്ച്വലി ചിന്തിക്കാറ്. നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കാറ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, അവരുടെ എക്സാക്ട് പർപ്പസ് എന്താണ്, അവർ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് മീ അമേക് ദാസ്. വെൽക്കം ടു ഫിഗറിംഗ് ഔട്ട് സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഗൈസ്, ആദ്യത്തെ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നമുക്ക് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീനെ എടുക്കാൻ പറ്റാവുന്നതാണ്. എന്താണ് ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് അസ്യൂം ദാറ്റ് XYZ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കുമല്ലോ. ഓക്കെ, ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, നിങ്ങളുടെ കമ്പനിയാണ്. നിങ്ങൾ ഹൈലി വിഷണറി ആയിട്ടുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രനിയർ ആണ്. അങ്ങനെ നിങ്ങൾ ഈ കമ്പനീനെ ഒരു 500 CR വാല്യൂ ഉള്ള ഒരു കമ്പനി ആക്കി മാറ്റി, 500 CR വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനി ആക്കി മാറ്റി. സ്റ്റിൽ നിങ്ങൾക്ക് ഈ കമ്പനീൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നുണ്ട്, ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റീസ് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് വിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് വേണം, ഒരുപാട് ഫണ്ടിന് ആവശ്യമുണ്ട്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം. എങ്ങനെയൊക്കെ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും? ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയാണ്, പ്രോഫിറ്റ്സ് ഒരുപാട് കയ്യിലുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ഡെറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് VC, വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിനെ, ഹ്യൂജ് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നാലാമതായിട്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഷെയർസ് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. സോ ഗൈസ്, അങ്ങനെ നിങ്ങളുടെ കമ്പനി IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഷെയർസ്, നിങ്ങളുടെ കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ, പബ്ലിക്കിന് മേടിക്കാനും വിൽക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ പബ്ലിക് എന്ത് ചെയ്യും? പബ്ലിക്കിലുള്ളവർ ചിലവർ 10 ഷെയർ മേടിക്കും, നിങ്ങളുടെ കമ്പനീൻ്റെ മൂല്യം മനസ്സിലാക്കി ചിലവർ 100 ഷെയർ മേടിക്കും, ചിലവർ 1000 ഷെയർ മേടിക്കും. അങ്ങനെ എത്രത്തോളം ഷെയറാണ് ഓരോരുത്തരും മേടിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫണ്ട് നിങ്ങളുടെ കമ്പനിക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ കമ്പനി സക്സസ്ഫുള്ളി ഫണ്ട് റേസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഈ കമ്പനീസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് ആക്ച്വലി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ ഗൈസ്, അടുത്തൊരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. അതായത് ഒരു ഇടനിലക്കാരൻ. സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ റോൾ എന്താണ് ആക്ച്വലി? നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫിൽ ഒരു ലാൻഡോ ബിൽഡിങ്ങോ മേടിക്കാനോ വിൽക്കാനോ വന്നിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ആയിട്ട് ഒരു സെല്ലറിനോ ബയറിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ബ്രോക്കറിനെ, ഒരു ഇടനിലക്കാരനെ കണ്ടുപിടിച്ചിട്ട് അവരായിരിക്കും നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തി തന്നിട്ടുണ്ടാവുക. ഇപ്പം നമുക്കൊരു ലാൻഡ് മേടിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് ഒരു ലാൻഡ് മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഡെഫിനറ്റ്ലി നമ്മളൊരു ബ്രോക്കറിൻ്റെ അടുത്തായിരിക്കും പോകുന്നത്. ബ്രോക്കർ നമുക്ക് ആവശ്യമുള്ള ഒരു ലാൻഡ് പല പല സെല്ലേഴ്സിനെ കണ്ടുപിടിച്ച് നോക്കി നമുക്ക് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് തരും. അങ്ങനെ കണക്ട് ചെയ്ത് തരുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ബ്രോക്കറിന് നമ്മളൊരു കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു എക്സാക്ട് പ്രോസസ്സ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് ആക്ച്വലി. സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഷെയർസ് മേടിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ അടുത്താണ് ആക്ച്വലി പോകുന്നത്. നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് പറയും നമുക്ക് ഇത്ര ഷെയർ വേണമെന്ന്. ഫോർ എക്സാമ്പിൾ, എനിക്ക് റിലയൻസിൻ്റെ ഒരു 10 ഷെയർ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ബ്രോക്കറിന് ഇൻഫർമേഷൻ കൊടുക്കും. ബ്രോക്കറിൻ്റെ അടുത്ത് വിളിച്ച് പറയും ഓക്കെ എനിക്കൊരു 10 റിലയൻസിൻ്റെ ഷെയർ വേണമെന്ന്. പണ്ടത്തെ കാലങ്ങളിൽ വിളിച്ച് പറയുന്നതും നോട്ടീസ് അയക്കുന്നതും ഒക്കെ ആയിരുന്നു. ഈ സമയത്ത് ടെക്നോളജീസ് വന്നു, ഇൻ്റർനെറ്റ്സ് വന്നു. അതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് എല്ലാം ആപ്ലിക്കേഷൻസിൻ്റെ രൂപത്തിലാണ്, മൊബൈൽ ഫോണിലും വെബ്സൈറ്റ്സിലൊക്കെ ആയിട്ട് ആപ്ലിക്കേഷൻസിൻ്റെയും വെബ്സൈറ്റ്സിൻ്റെ ഒക്കെ രൂപത്തിലാണ് ബ്രോക്കേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണോ വെബ്സൈറ്റോ എടുത്ത് ഏത് സ്റ്റോക്കാണ് വേണ്ടി, ഇവിടെ നമ്മുടെ റിലയൻസ് ആണ് നോക്കുന്നത്, റിലയൻസിൽ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രോക്കറിന് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ബ്രോക്കർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 10 ഷെയർ ആണല്ലോ വേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണല്ലോ, അവിടെ ഒരുപാട് പേര് മേടിക്കാനും വിൽക്കാനും ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര സെല്ലേഴ്സ് ഉണ്ടെന്ന് നോക്കും. അവിടെ റിലയൻസിൻ്റെ ഷെയർസ് വിൽക്കാനുള്ള സെല്ലേഴ്സിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണ്ടുപിടിക്കും. ചിലവരുടെ കയ്യിൽ ഒരു 2 ഷെയർ വിൽക്കാണ്ടെന്ന് വിചാരിക്കുക, ചിലവരുടെ ഒരു 3 ഉണ്ടെന്ന് വിചാരിക്കുക, ചിലവരുടെ 5 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ മൊത്തം 10 ഷെയർ ഉണ്ടെന്ന് മനസ്സിലാക്കി 10 ഷെയർ വിൽക്കാനുള്ള ആൾക്കാരെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണ്ടുപിടിച്ചു. അത് ബ്രോക്കേഴ്സിന് റീഡയറക്റ്റ് ചെയ്യും. ബ്രോക്കേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ആ 10 ഷെയർ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രോക്കേഴ്സ് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മളെ ഈ ബ്രോക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബ്രോക്കേഴ്സിന് ചെറിയൊരു കമ്മീഷൻ, ചെറിയൊരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഈ ബ്രോക്കേഴ്സിൻ്റെ ബിസിനസ്, അങ്ങനെയാണ് ഈ ബ്രോക്കേഴ്സ് പൈസ ഉണ്ടാക്കുന്നതും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഗൈസ്, ഈ ഒരു ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി 3 അക്കൗണ്ട്സ് ആണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് ആണ്, രണ്ടാമത് വേണ്ടത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, പിന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ എന്താണ് ഈ അക്കൗണ്ട്സിനൊക്കെ പർപ്പസ്? ഡെഫിനറ്റ്ലി നമ്മുടെ ഫണ്ട് ഇട്ട് വെക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിനാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ അതുള്ളതായിരിക്കും. ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യണം. എന്തിന്? നമ്മളൊരു സ്റ്റോക്ക് വേണമെന്ന് പറയുമ്പോൾ, ഒരു ഷെയർ വേണമെന്ന് പറയുമ്പോൾ ബ്രോക്കർ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇന്ന ഫണ്ട് എന്ന് എൻഷുർ ചെയ്യും. എന്നിട്ട് ആ ബ്രോക്കർ എന്താക്കും? ആ ഫണ്ട് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ആ വഴികളിലൂടെയൊക്കെ പോയിട്ട് ഷെയർസ് മേടിക്കും. ഷെയർസ് മേടിച്ചിട്ട് ഷെയർസ് കൊണ്ടുവെക്കുന്നത് എവിടെയാണ്? ഷെയർസ് ആക്ച്വലി കൊണ്ടുവെക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലാണ്. ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് ഷെയർസ് ആക്ച്വലി കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഗൈസ്, അടുത്തൊരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ബേസിക്കലി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കഥയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ആ ഇൻവെസ്റ്റേഴ്സ് തന്നെ പല ടൈപ്പിലുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെയും എന്നെയും പോലെയുള്ളവരാണ്. ബേസിക്കലി നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. അതായത് ഹ്യൂജ് കമ്പനീസ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബില്യൺസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസ് ഇന്ത്യൻ്റെ ഉള്ളിലുള്ള കമ്പനീസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ SBI ഒരു കമ്പനിയാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. LIC ഒരു ഹ്യൂജ് കമ്പനിയാണ്, ഫിനാൻഷ്യൽ കമ്പനി. സോ അവരാണ് ഡൊമസ്റ്റിക്, ഇന്ത്യൻ്റെ ഉള്ളിലുള്ള കമ്പനീസിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും പുറത്തുള്ള ബ്ലാക്ക് റോക്കും വാങ്കാർഡും പോലുള്ള കമ്പനീസിനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് AMCs ആണ്, അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ഹെഡ്ജ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകളും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാവരും. ക്ലിയറിംഗ് ഹൗസ്, ട്രാൻസ്ഫർ ഏജന്റ്, സെറ്റിൽമെന്റ് ബാങ്ക്സ്, ഡെപ്പോസിറ്ററീസ്. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫണ്ട്സിൻ്റെയും സ്റ്റോക്സിൻ്റെയും ഷെയർസിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് മേടിക്കുന്ന സ്റ്റോക്ക് എല്ലാം സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഡെപ്പോസിറ്ററീസ്. 2 ഡെപ്പോസിറ്ററീസ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് NSDL ആൻഡ് CDSL. NSDL എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നും CSDL എന്ന് പറയുന്നത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്നുമാണ്. ഗൈസ്, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് സെബി ആണ്. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഈ എൻറ്റയർ സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ മൊത്തം റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെബിയാണ് ആക്ച്വലി. അതായത് ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി, ഒരു കമ്പനി പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയി കൊടുക്കുമ്പോൾ അവർ ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വേയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നും ബ്രോക്കേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് സെബി അവിടെ ആക്ച്വലി ഉള്ളത്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. ഒരുപാട് ഫൈനാൻഷ്യൽ സ്കാമുകളും ഫ്രോഡുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ്, ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫൈനാൻഷ്യൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെബീൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെബീൻ്റെ റെഗുലേഷൻസും പല തീരുമാനങ്ങളും കൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ ഫൈനാൻഷ്യൽ എക്കണോമിയും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് കോൺഫിഡൻറ്റോടെ തന്നെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവരുടെ പേർപ്പസ് എന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഒരുപാട് ബിസിനസ്സുകൾ കമ്പയർ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തന്നെ പല രീതിയിൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ഏതെങ്കിലും തരത്തിൽ വാല്യൂ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കോമന്റ് ഓൺ യുവർ തോട്ട്സ് as well. This is me, Amegdas, signing off.